ഇന്നത്തെ USS ചോദ്യങ്ങളിലേക്ക് കിടക്കാം. ആദ്യത്തെ ചോദ്യം, കേരളത്തിൽ കർഷക ദിനമായി ആഘോഷിക്കപ്പെടുന്ന ദിവസം. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, USS പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ആൻസർ ചിങ്ങം 1. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട അഡീഷണൽ വിവരങ്ങൾ, ദേശീയ കർഷക ദിനം ഡിസംബർ 23 ആഘോഷിക്കുന്നത്. ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് MS സ്വാമിനാഥനാണ്. അതേസമയം ലോക ഹരിത വിപ്ലവത്തിന്റെ പിതാവ് നോർമൻ ബോർലോഗ് ആണ്. പേരുകൾ ആലോചിച്ച് വെച്ചേക്കുക. ദേശീയ കർഷക ദിനം ചരൺ സിംഗുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ചരൺ സിംഗ് ഡിസംബർ 23. മലയാള മാസങ്ങളിൽ ആദ്യം ചിങ്ങവും അവസാനം കർക്കടകവുമാണ്. ഇതാണ് മലയാള മാസത്തിന്റെ ഓർഡർ. ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ചിങ്ങത്തിൽ തുടങ്ങി കർക്കടകത്തിൽ അവസാനിക്കുന്നു. ഇത് USSന്റെ മറ്റൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഒരു ലിപിയാണിത്, പ്രാചീന കാലത്ത് ഉപയോഗിച്ചിരുന്ന ലിപിയാണിത്. ഈ ലിപി ഈജിപ്തുകാർ ഉപയോഗിച്ചിരുന്നു എന്നൊരു സൂചന കൂടി അവിടെ നൽകുന്നുണ്ട്. അപ്പോൾ ഏതാണ് ആൻസർ? ഹൈറോഗ്ലിഫിക്സ്, യൂണിഫോം, വട്ടെഴുത്ത്, ബ്രെയിലി തുടങ്ങിയവ നൽകിയിട്ടുണ്ട്. ഇതിൽ അഡീഷണൽ ആയിട്ട് പഠിക്കേണ്ടത് ബ്രെയിലി എന്ന് പറയുന്നത് അന്ധന്മാർ വായനയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാണ്, ബ്രെയിലി ലിപി. വട്ടെഴുത്ത്, കോലെഴുത്ത് എന്നിവ മധ്യകാല കേരളത്തിൽ നിലനിന്നിരുന്ന രീതികളാണ്. പിന്നീടുള്ളത് ക്യൂണിഫോമും ഹൈറോഗ്ലിഫിക്സുമാണ്. ഇതിൽ ഈജിപ്തുകാരുമായിട്ട് ബന്ധപ്പെട്ടത് ഹൈറോഗ്ലിഫിക്സ് ആണ്. ഇത് 5ാം ക്ലാസിന്റെ പാഠപുസ്തകവുമായി ബന്ധപ്പെട്ടതാണ്. ക്യൂണിഫോം ലിപി സുമേറിലാണ് ആരംഭിച്ചത്. ഹൈറോഗ്ലിഫിക്സ് ഈജിപ്തില് ഉപയോഗിച്ചിരുന്നതാണ്. പാപ്പിറസ് ആണ് ഈജിപ്തുകാരെ എഴുതാൻ ഉപയോഗിച്ചിരുന്നത്. 5ാം ക്ലാസിന്റെ പുസ്തകമാണ് ഈ നൽകിയിട്ടുള്ളത്. ഈ ഒരു ടോപ്പിക്ക് ആലോചിക്കുക. അപ്പോൾ ഇത്തരത്തിൽ ചോദ്യങ്ങളും അവയുടെ വിശദീകരണങ്ങൾക്കും വേണ്ടി നിങ്ങൾക്ക്